Hello, welcome to Tutorium, Kerala's #1 platform for CUT test taking. This is Gayatri Jayakumar, and in this video, we are going to look at poetic devices. CUETയിൽ പോയറ്റിക് ഡിവൈസസ് ഒരു വട്ടം പോലും വിടാതെ വന്നിട്ടുണ്ട്. സോ മെയിനായിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട് ഓഫ് എ പോം തന്നിട്ട് അതിൽ ആരെ എഴുതിയ എന്താണ് അത്രയൊന്നും വരില്ല, പക്ഷെ അതിലെ പോയറ്റിക് ഡിവൈസസ് കണ്ടുപിടിക്കാൻ വരുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഇതെന്താണ്, അല്ലെങ്കിൽ മീൻസ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ പോയറ്റിക് ഡിവൈസസ് ഉറപ്പായിട്ടും വരുന്നുണ്ട്, ലൈക്ക് എനഫോറ, മെറ്റഫേഴ്സ്, എൻജാംമെൻറ്റ്, ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. ആൻഡ് ദെൻ എന്താണ് മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലെറ്റ്സ് സേ ഒരു നൈറ്റിൻ്റെ പോയമാണെന്ന് വെച്ചു. സോ അങ്ങനെയാണെങ്കിൽ നൈറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഔൾ എന്താണ് ചെയ്തത്, സോ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നത് കൂടുതലും ഒരു 4 ലൈൻസ്, ആദ്യം നമുക്ക് ഒരു പാർട്ട് ഓഫ് എ പോം തന്നിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അത്രയും വലുതായിട്ട് തരുന്നില്ല, ഒരു വലിയ സെക്ഷൻ ഒന്നും തരുന്നില്ല, ജസ്റ്റ് ഒരു 4 ലൈൻസ് തന്നിട്ട് അതിലെ പോയറ്റിക് ഡിവൈസ് കണ്ടുപിടിക്കാനാണ് കഴിഞ്ഞ CUET ടെസ്റ്റുകളിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. സോ look at this question. Find the poetic device used in this poem. Hold fast to dreams, for if dreams die, life is a broken winged bird that cannot fly. So ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോം അല്ലേ. സോ പോമല്ല, ജസ്റ്റ് ഒരു പോമിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള പോയിറ്റിക് ഡിവൈസ് കണ്ടുപിടിക്കണം. 4 ഓപ്ഷൻസ് ഉണ്ട്: അലിഗറി, ഇമേജറി, യുഫീമിസം ആൻഡ് എൻജാംമെൻറ്റ്. സോ ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള പോയിറ്റിക് ഡിവൈസ്, അല്ലെങ്കിൽ ഏത് പോയിറ്റിക് ഡിവൈസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് ആൻസർ ചെയ്യണമെങ്കിൽ ഈ 4 പോയിറ്റിക് ഡിവൈസും ക്ലിയർ ആയിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. സോ ലെറ്റ്സ് ഇൻസ്പെക്ട് ഈച്ച് ഓഫ് ദീസ്. സോ ഫസ്റ്റ് വൺ, അലിഗറി. അലിഗറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പോയത്തിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇമേജ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താ അറിയോ, നമുക്ക് വളരെ പരിചയമുള്ള കഥകളുണ്ട്, ഈസോപ്പ് കഥകൾ, പഞ്ചതന്ത്ര ടേൽസ് ഒക്കെ. സോ ഇതിലെല്ലാം ക്യാരക്ടേഴ്സ് ആനിമൽസ് ആണ്. സോ ഈവൻ മനുഷ്യർ ക്യാരക്ടേഴ്സായിട്ട് വരുന്ന ഫേബിൾസും ഉണ്ട്. ഇതിനെ നമ്മൾ ഫേബിൾസ് ആണ് കൂടുതൽ വിളിക്കുന്നത്, ഈസോ ഫേബിൾസ്, പഞ്ചതന്ത്ര ടേൽസ് ഒക്കെ. സോ ഇതിൽ കൂടുതലും ആനിമൽ ക്യാരക്ടേഴ്സാണ് വരുന്നത്, പക്ഷേ ആനിമൽസ് എല്ലാം മനുഷ്യരുടെ സ്വഭാവം കാണിക്കുന്ന ടൈപ്പ് ആനിമൽസ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്തെന്നറിയോ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ലെറ്റ്സ് സേ ഒരു ചെന്നായയുടെയും ഒരു ആട്ടിൻകുട്ടിയുടെയും കഥയാണ് വായിക്കുന്നത് വെച്ചു. സോ അതിൽ നമ്മൾ ചെന്നായെന്ന് വായിക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ അതിൽ ഒരു മനുഷ്യരായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ബിഹേവിയർ ഉള്ള ആളുകൾ എന്നുള്ള രീതിയിലാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ സ്റ്റോറീസ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈസോ ഫേബിൾസും. അതുപോലെ തന്നെ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കഥകളുണ്ട്, പൊന്മുട്ടയിടുന്ന താറാവ് പോലത്തെ കഥകളുണ്ട്. സോ ഇങ്ങനത്തെ കഥകളിലാണെങ്കിൽ പോലും അതിൽ ആ ഒരാളെ, ഒരു ഗ്രീഡി മാനിനെ കാണിക്കുന്നു. ഈ ഗ്രീഡി മാന് നമ്മളെ എല്ലാവരെയും, അല്ലെങ്കിൽ ഗ്രീഡിനെസ് ഉള്ള എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതാണ് അലിഗോറിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, അലിഗറീസ് എന്ന് പറയുന്നത്. അതായത് ഏത് ക്യാരക്ടറിനെയാണോ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ആ ക്യാരക്ടറിന് യൂണിവേഴ്സൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണും, ക്യാരക്ടറിസ്റ്റിക് ട്രേറ്റ്സ് കാണും. അപ്പോൾ അത് ജസ്റ്റ് ഒരാളെ കാണിക്കുന്നതല്ല, അത് ലോകത്തിൽ ഇത്തരത്തിലുള്ള ട്രേറ്റ്സ് കാണിക്കുന്ന എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും ആ ഒരു ക്യാരക്ടറിനെ അവിടെ കാണിക്കുന്നത്. സോ ഇങ്ങനത്തെ പോയിറ്റിക് ഡിവൈസാണ് അലിഗറീസ്. അതായത് ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഐഡിയ കാണിക്കും, ആ ഐഡിയ ഒരാളെ അല്ലെങ്കിൽ ജസ്റ്റ് അതിനകത്തെ ഒരു ക്യാരക്ടറിനെ മാത്രമല്ല കാണിക്കുന്നത്, അതേ ട്രേറ്റ് ഉള്ള, അതേ സ്വഭാവ ഗുണങ്ങളുള്ള ആൾക്കാരെ മുഴുവനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് ആ ഒരാളെ അവിടെ കാണിക്കുന്നത്. നമ്മൾ ഫിലിംസിനാണെങ്കിലും അതുപോലത്തെ റെപ്രസെൻറ്റേഷൻസ് കണ്ടിട്ടുണ്ട്. കൂടുതലും നമ്മൾ സ്റ്റോറീസിലാണ് കാണുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള മോറൽ സ്റ്റോറീസിൽ നമ്മളിത് ഒരുപാട് കാണാറുണ്ട്. ഗ്രീഡി ആയിട്ടുള്ള ആൾക്കാർ, ദുഷ്ടനായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഇതൊക്കെ അലിഗോറിക്കലായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരാളെ അല്ല റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, ആ ആള് അതേ ട്രേറ്റ് ഉള്ള എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ ഇവിടെ കാണിക്കുന്നത്. ദാറ്റ്സ് എൻ അലിഗറി. ഇനി സെക്കൻഡ് വൺ, ഇമേജറി. സോ ഇമേജറിയുടെ പ്രത്യേകത, നമുക്കൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി, നമുക്ക് എളുപ്പത്തിൽ ഇമാജിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് തരുന്നതാണ് നമുക്ക് ഇമേജറി എന്ന് പറയുന്നത്. ഇമേജറി തന്നെ 2 തരത്തിലാകാം.
അതായത് ഇപ്പോൾ ഞാനൊരു സീൻ റെപ്രസെൻറ്റ് അല്ല സോറി ഞാനൊരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്ന് വെച്ചു. അപ്പോൾ അത് പറയുമ്പോൾ ഇപ്പം ഞാനൊരു ഒരു വീട് നിൽക്കുന്ന ഒരു സെറ്റിംഗ് ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് വെച്ചു. സോ ഞാൻ അതിൻ്റെ ടൈം ഓഫ് ദ ഡേ ഉൾപ്പെടെ പറയാണ്. ഒരു സന്ധ്യാനേരത്ത് സൂര്യൻ പതുക്കെ താഴ്ന്നു വരുന്നു, ആകാശം മുഴുവൻ നല്ല പിങ്ക് കളറിൽ ഗ്ലോ ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ യെല്ലോ കളേർഡ് അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള ക്ലൗഡ്സ് ആകാശത്ത് അവിടെ ഇവിടെയായിട്ടുണ്ട്, ഒന്ന് രണ്ട് പക്ഷികൾ പറക്കുന്നുണ്ട്, പുറകിൽ നമുക്ക് ഇരുണ്ട് വരുന്ന മരനിരകൾ കാണാം, അതുപോലെ തന്നെ ഒരു ചെറിയ പുഴ ഒഴുകി വരുന്നുണ്ട്, അതിൽ ഈ സൂര്യൻ്റെ ചുവന്ന നിറം റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഇമേജ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത് നോൺ ഫിഗറേറ്റീവ് ആയിട്ടുള്ള ഇമേജറിയാണ്. ഫിഗറേറ്റീവ് ഇമേജറി ഉണ്ട്, അതായത് അതൊക്കെയാണ് കൂടുതൽ നമ്മൾ ഫിലിംസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള ലെറ്റ്സ് ഒരു ഡൊമസ്റ്റിക് വയലൻസ് കാണിക്കുകയാണ് ഫിലിമിൽ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഹരാസ്മെൻറ്റ് കാണിക്കുകയാണ്. സോ ഇപ്പോഴത്തെ ഫിലിംസിലല്ല, പണ്ടത്തെ ഫിലിംസിൽ ഇത് വളരെ കോമൺ ആയിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ കാണിക്കുന്നതിന് പകരം ഒരു ഈഗിൾ, ഒരു ചെറിയൊരു പക്ഷിയെ വേട്ടയാടുന്നത്, അതല്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഫിലിംസിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമേജറി പറയാനുള്ളത്, ഒരാൾ മരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈവൻ എനിക്ക് തോന്നുന്നു ലൂസിഫർ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിമാണ്. ലൂസിഫർ ഫിലിമിൻ്റെ തുടക്കത്തിൽ തന്നെ പി കെ രാമദാസ് മരിച്ചു, മഴയാണ് കാണിക്കുന്നത്, മഴയത്താണ് സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നതൊക്കെ. സോ എപ്പോഴും നമ്മൾ മഴ കാണിക്കുന്നത് ഫിലിംസിൽ കൂടുതലും മഴ കാണിക്കുന്നത്, ഈവൻ ഇംഗ്ലീഷ് ഫിലിംസിനും ഒരു ഫ്യൂണറലുണ്ടെങ്കിൽ എല്ലാവരും കുട പിടിച്ച് മഴയത്ത് നിൽക്കുന്നതായിരിക്കും. അത് അവരുടെ മനസ്സിൽ പെയ്യുന്ന മഴയാണ് കാണിക്കുന്നത്. ആ ഒരു മഴയുടെ ഇരുട്ടും കണ്ണുനീരൊഴുകുന്നതും ഒക്കെ ആയിട്ടാണ് മഴയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ഫിഗറേറ്റീവ് ഇമേജറിയാണ്. അതാണ് ഇമേജറി. 2 ടൈപ്പ് ഉണ്ട്. പിന്നെ യുഫീമിസം. സോ യുഫീമിസം നമ്മൾ സംസാരത്തിലും ബുക്കുകളിൽ എഴുത്തിലുമാണ് നമ്മളത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സംസാരത്തിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യുഫീമിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ മരിച്ചുപോയി എന്നുള്ളത് നമ്മൾ മറ്റ് പല രീതികളിലുമായിരിക്കും അത് കൺവേ ചെയ്യുന്നത്. അതായത് നമ്മൾ അയാൾ ചത്തുപോയി അങ്ങനല്ല നമ്മൾ പറയുന്നത്, കുറച്ചും കൂടെ റെസ്പെക്റ്റ് കൊടുത്തിട്ട് അത് കേൾക്കുന്നവർക്ക് ഉള്ളിൽ ഫീൽ ആവും, പക്ഷേ അത് ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ഫീൽ ആവില്ല. അങ്ങനത്തെ രീതിയിൽ അദ്ദേഹം മരിച്ചുപോയി അല്ലെങ്കിൽ ഇനി ആളില്ല എന്നൊക്കെ രീതിയിലാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ നമുക്കത് ഒരുപാട് രീതിയിൽ പറയാം. ഹി പാസ്ഡ് അവേ അല്ലെങ്കിൽ ഷീ ഈസ് നോ മോർ, ഇങ്ങനത്തെ ഒരുപാട് യൂസേജസ് ഉണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ദാറ്റ് ദ പേഴ്സൺ ഇസ് ഡെഡ്, we can use many different other combinations in order to convey the same meaning. So അത്ര സുഖകരമായിട്ടല്ലാത്തൊരു കാര്യത്തിനെ കേൾവിയിൽ നമ്മൾ ഒരു ഇഫക്റ്റ് കുറച്ച് കൊണ്ടുവന്ന്, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവന്ന് മറ്റൊരു രീതിയിൽ പറയുന്നതിനെയാണ് യുഫീമിസം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതെല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതായത് ചത്തുപോയി എന്ന് പറയുന്നതിനെക്കാളും അദ്ദേഹം ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്, അങ്ങനത്തെ സോഫ്റ്റായിട്ട് ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നതാണ് നമ്മൾ യുഫീമിസം എന്ന് പറയുന്നത്. അടുത്തത് എൻജാംമെൻറ്റ്. സോ എൻജാംമെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ പോയത്തിലും ഒന്നും നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല. ഇത് പോയത്തിൽ കാണുന്ന ഒരു കാര്യമാണ് എൻജാംമെൻറ്റ്, പോയിട്രിയിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. എൻജാംമെൻറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് the lines will be running from one line to the next one. നമ്മൾ സാധാരണ എഴുതുകയാണെങ്കിൽ നമുക്ക് ഒറ്റ സെൻറ്റൻസ് എന്ന് പറയാം. അതേസമയം പോയിട്രിയിൽ വരുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ലൈൻ വായിച്ചു, അവിടെ ബ്രേക്ക്, അടുത്ത ലൈന്, അവിടെ ബ്രേക്ക്, അടുത്ത ലൈന്. സോ നമുക്ക് ഓരോ ലൈൻ വെച്ചിട്ടായിരിക്കും നമുക്ക് മീനിങ് വരുന്നത്. ചില പോയത്തിൽ അങ്ങനെയല്ല. ചില പോയത്തിൽ ഒരു ലൈൻ വന്ന് അടുത്ത ലൈനിലോട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോയി ഇങ്ങനെ ഒഴുകി നടക്കും ആ ഒരു ലൈൻ. ഇതിൻ്റെ ഏറ്റവും ചിലപ്പോൾ ഒരു സ്റ്റാൻസയുടെ എൻഡിലൊക്കെ വന്നിട്ടായിരിക്കും ആ ഫുൾ സെൻറ്റൻസ് തീരുന്നത്. സെൻറ്റൻസ് എന്ന് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയാം കേട്ടോ, അതിന് പോയിട്ടില്ല സെൻറ്റൻസ് എന്നല്ല അതിനെ പറയുന്നത്, ലൈൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരേ ഐഡിയ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ അടുത്ത ലൈനിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നതിനെയാണ് എൻജാംമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ആ ഒരു കണക്ഷൻ കാണാം. ഹോൾഡ് ഫാസ്റ്റ് ടു ഡ്രീംസ്, ഫോർ ഇഫ് ഡ്രീംസ് ഡൈ ലൈഫ് ഇസ് എ ബ്രോക്കൺ വിങ്ഡ് ബേർഡ് ദാറ്റ് കനോട്ട് ഫ്ലൈ എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ലൈനിൽ നിന്ന് മറ്റേ ലൈനിലോട്ട് ആ ഒരു സെൻറ്റൻസ് തീരാതെയാണ് ഇറങ്ങി വരുന്നത്. ഇതേ ഐഡിയ ആണ് എൻജാംമെൻറ്റിന് വരുന്നത്. പക്ഷേ എൻജാംമെൻറ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, അത് കാഴ്ചയിലും അതേ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് തോന്നും. അതായത് ഇപ്പോൾ ഓരോ ലൈനിൻ്റെയും ഫ്രണ്ടിൽ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. സോ അങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ മീനിങ് കട്ട് ചെയ്ത് തന്നെയായിരിക്കും വായിക്കുന്നത്. നമ്മൾ ഓരോ ലൈനും ഒരു ഫ്രഷ് ഐഡിയ ആയിട്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഐഡിയ തന്നെ, പക്ഷെ ഒരു ഫ്രഷ് ലൈനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എൻജാമിൻ്റെ പ്രത്യേകത, എൻജാമിൻ്റെ ഉള്ള പോയിട്രിയിൽ ഈ ഫസ്റ്റ് വരുന്ന ആൽഫബറ്റ്സും സ്മോൾ ലെറ്റേഴ്സിൽ തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഫുൾ സ്റ്റോപ്പ് വരുന്ന വരെ നമ്മൾ സാധാരണ സെൻറ്റൻസ് കേസിൽ ഒരു സെൻറ്റൻസ് എങ്ങനെയാണോ എഴുതുന്നത്, അതായത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കി പേരുകളോ അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ മാത്രമേ നമ്മളവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുള്ളൂ, ക്യാപ്സ് ലോക്കിൽ നമ്മളത് കൊടുക്കുള്ളൂ. ഇവിടെ എല്ലാ സെൻറ്റൻസിൻ്റെയും ഫസ്റ്റ് ലൈന് നമുക്ക് ക്യാപിറ്റലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനിവിടെ എൻജാമിനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതല്ലായിരുന്നുവെങ്കിൽ എൻജായ്മെൻറ്റ് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നേനെ. അതുകൊണ്ടാണ് ഇത് കൺഫ്യൂസിങ് ഓപ്ഷനായിട്ട് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്, എൻജായ്മെൻറ്റ്. സോ ഇതിൽ ശരിക്കും യൂസ് ചെയ്തിരിക്കുന്ന പോയിറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് ഇമേജറിയാണ്. ലൈഫ് ഇസ് എ ബ്രോക്കൺ വിങ്ഡ് ബേർഡ് ദാറ്റ് കനോട്ട് ഫ്ലൈ. ഇനി നമ്മൾ മെറ്റഫേഴ്സ്, സിമിലീസ് ഒക്കെ പറയില്ലേ, നമുക്ക് മെറ്റഫോറിക്കലായിട്ടും എടുക്കാം. ലൈഫ് ഇസ് എ ബ്രോക്കൺ വിങ്ഡ് ബേർഡ് എന്നുള്ളത് നമുക്ക് ആ രീതിയിലും കൺസിഡർ ചെയ്യാം. പക്ഷെ നമുക്ക് ആ ഓപ്ഷൻ ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് കൊടുക്കാമായിരുന്നു എളുപ്പത്തിൽ. പക്ഷെ ഇവിടെ നമ്മുടെ ആൻസർ ഇമേജറി ആയിരിക്കും. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ശരിക്കും പെട്ടെന്ന് കൺസീവ് ചെയ്യാൻ പറ്റാത്തൊരു ഐഡിയ ആണ്. അതായത് സ്വപ്നങ്ങളില്ലെങ്കിൽ ചിറകില്ലാത്തൊരു പക്ഷി പോലെയാണ് ജീവിതം. ബേസിക് ഐഡിയ ഇതാണ്. അപ്പോൾ സ്വപ്നങ്ങളില്ലെങ്കിൽ ചിറകില്ലാത്തൊരു പക്ഷി പോലെയാണ് ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിറകൊടിഞ്ഞ പക്ഷിയുടെ ആ ഒരു ഇമേജ് അവിടെ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് അവിടുന്ന് പറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പുരോഗതി ഇല്ല എന്നുള്ള ഐഡിയയിലാണ് നമുക്കവിടെ ബ്രോക്കൺ വിങ്ഡ് വേർഡ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ ഇമേജറിയാണ്. അതൊരു ഫിഗറേറ്റീവ് ഇമേജ് വെച്ചിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ദി ആൻസർ ഇസ് ഇമേജറി. ഇത് അല്ല, നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് ആയിരുന്നെങ്കിൽ എൻജോയ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ആൻസറായിട്ട് കൊടുക്കാറുള്ളൂ. അതെല്ലാം മെറ്റഫർ ഓപ്ഷൻ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇമേജറിയാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ബിക്കോസ് പോയിറ്റിക് ഡിവൈസസിൽ വരുമ്പോൾ അത്ര എളുപ്പമല്ല നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ. നമുക്ക് നല്ലപോലെ തന്നെ പോയിറ്റിക് ഡിവൈസസ് എല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കേസിൽ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ പ്ലീസ് ഡു മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഇൻക്ലൂഡ് പോയിറ്റിക് ഡിവൈസസ് ഇൻ യുവർ പ്രിപ്പറേഷൻസ്. പോയിറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസസ് നടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വരും. ഇത് ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഫ് ഇറ്റ് ഓൾ എനി ഡൗട്ട്സ്, പ്ലീസ് ഡു ഡ്രോപ്പ് ഇൻ ദ comments and we'll be happy to help. So bye, take care and happy learning.